അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇതാ ഇവിടെ ഈ ശാലിനി സൂചിപ്പിച്ച കാര്യം, അതായത് നമുക്ക് ചുറ്റുമുള്ള ആശാവർക്കർമാരെ, ഒരുപക്ഷെ ഈ ചർച്ച കേൾക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ വീട്ടിലേക്ക് എത്തുന്ന ആശാവർക്കറുടെ ഒരു സാമൂഹിക പശ്ചാത്തലം എന്തായിരിക്കും, കുടുംബ പശ്ചാത്തലം എന്തായിരിക്കുമെന്നൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. 232 രൂപ ഒരു ദിവസത്തെ വരുമാനത്തിന് വേണ്ടി ഈ സ്ത്രീകൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് അത്തരമൊരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൂടിയായിരിക്കണം. നോക്കൂ ഹസ്കർ, നമ്മൾ എപ്പോഴും മലയാളികൾ അഭിമാനം കൊള്ളാറില്ലേ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന കൂലി അത് കേരളത്തിലാണ്, ഇന്ത്യയിൽ ഏറ്റവും ജീവിത നിലവാരം ഉള്ളവർ കേരളത്തിലാണ്. അങ്ങനെയൊക്കെ അഭിമാനം കൊള്ളുന്ന നമ്മൾ ആണ് ഈ ജോലി ചെയ്യുന്ന ആശമാർക്ക് ഒരു നിശ്ചിത വരുമാനം കൊടുക്കാൻ തയ്യാറാകാത്തത്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒന്നുണ്ട്. അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് 21,000 രൂപയാണ്, അത് 300%. എങ്കിൽ ശരി, ഈ സർക്കാരിന് നിലവിലെ സാഹചര്യത്തിൽ ഇത്ര ശതമാനമേ കൂട്ടാൻ പറ്റൂ എന്നെങ്കിലും പറയാൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് സാധിക്കണ്ടേ? അഭിലാഷില് ആശമാർ നടത്തുന്ന സമരത്തെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഓരോ അംഗങ്ങൾക്കുള്ളത്. സ്വാഭാവികമായി എന്തുകൊണ്ട് ആശമാർ ഇത്തരത്തിൽ ഇപ്പോ സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ 32 ദിവസമായി സമരം ചെയ്യുന്നു എന്ന വസ്തുത കൂടി പരിശോധിച്ചിട്ട് വേണം ഇതിലേക്ക് പോകാൻ. 2016 സംസ്ഥാന സർക്കാർ ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ ഏൽക്കുമ്പോൾ ആശമാരുടെ ഓണറേറിയം എന്ന് പറയുന്നത് 1000 രൂപയായിരുന്നു. ഇന്ന് 2025 നിൽക്കുമ്പോൾ 7 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് 7000 രൂപയായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. നൽകുന്ന സംസ്ഥാനമാണ്, തെറ്റിദ്ധരിക്കപ്പെടരുത്. ആരെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതല്ല പറയുന്നത്. 10,000 വാഗ്ദാനം നൽകിയ സംസ്ഥാനങ്ങളുണ്ട്. കൊടുത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 1. 2, ആശമാരുടെ അടിസ്ഥാനപരമായ പ്രശ്നം സന്നദ്ധ സേവന പ്രവർത്തകരായി തുടരുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 26,125 ആശാ വർക്കർമാർ കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ സന്നദ്ധ പ്രവർത്തകരായി നിൽക്കുക എന്നുള്ളതാണ്. 2014 ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അവസാനമായി രാജ്യത്ത് കൂടിയിട്ടുള്ളത്. ആ ലേബർ കോൺഫറൻസിലടക്കം CITU അടക്കമുള്ള സംഘടനകൾ ആവശ്യമുന്നയിച്ചിരുന്നത് സന്നദ്ധ സേവന പ്രവർത്തകരായിട്ടുള്ള ആശമാരടക്കമുള്ള സന്നദ്ധ സേവന പ്രവർത്തകരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാണ്. എന്തുകൊണ്ട് ഈ സമരത്തിന്റെ ആവശ്യകത അവർ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ തൊഴിലാളിയായി പ്രഖ്യാപിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ പ്രഖ്യാപിക്കാനാവൂ. സംസ്ഥാന സർക്കാരിന് അതിൽ യാതൊരു നിയന്ത്രണമില്ല. അപ്പൊ തൊഴിലാളിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവർ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരും. EPF, ഗ്രാറ്റുവിറ്റി, PF, ESI തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളും വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടക്കമുള്ള മുഴുവൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള അർഹത കേരളത്തിലെ ആശമാർക്കുണ്ടാവും. അപ്പോ അങ്ങനെ ലഭിക്കാതിരിക്കണം എന്ന ആഗ്രഹമുള്ളതും അവരെ കുറെ ആശമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സമരത്തിലേക്ക് 15/2/2025 മന്ത്രിതലത്തിൽ ഇതുപോലൊരു ചർച്ച ഈ സമരവുമായി മുന്നോട്ട് വരുന്ന നേതാക്കന്മാർക്ക് മുന്നിൽ ചർച്ച നടത്തിയിരുന്നതാണ്. ആ ചർച്ചയിൽ കേരളത്തിന്റെ ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് മന്ത്രി വെച്ച നിർദ്ദേശം എന്താ? ഞങ്ങൾ ഈ വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കാം. എന്തുകൊണ്ട് ആശമാർ ഈ സമരസമിതി ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല? ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം. ആ സമരസമിതിയുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? എത്രയോ ചർച്ചകളിൽ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇൻസെന്റീവ് നൽകേണ്ടത് കേന്ദ്രമാണ്, അത് ആവശ്യപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, അവരുടെ പ്രധാന ആവശ്യം ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം. അതെ, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അവർക്ക് ഞാനത് പറയാം. അവർക്ക് 21,000 രൂപയല്ല കൊടുക്കേണ്ടത്, അവർക്ക് 25,000 രൂപ കൊടുത്താലും സംസ്ഥാനത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാക്കുന്നതിൽ നിസ്തൂലമായ പങ്ക് വഹിച്ചിട്ടുള്ള പ്രവർത്തകരാണ് ആശാ പ്രവർത്തകർ എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട അതില്. അപ്പോ അവരുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലടക്കം അവർക്ക് 200 രൂപ ശമ്പളമായി വർദ്ധിപ്പിക്കണം എന്ന വാഗ്ദാനം നൽകിയിട്ടുള്ളത് അത് തന്നെയാണ്. ശ്രീ ഹസ്കർ, താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന കുറേയേറെ പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു. ആ പ്രതിസന്ധികളൊന്നും മനസ്സിലാക്കാതെയാണോ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയത്? പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയത്? ഇവിടെ കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ആശയുടെ അടക്കമുള്ള 100 കോടി രൂപ അടക്കം 536.88 കോടി രൂപ 2023-24 സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടത് തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ്. അതിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടാൻ കേരളത്തിൽ ഈ സമരസമിതി തയ്യാറായിട്ടുണ്ടാവും.
ഇപ്പൊ ഞങ്ങൾ സമരസമിതിയെ കുറ്റപ്പെടുത്തല്ല, അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് വന്നിട്ടുള്ള കുറെ സ്ത്രീകളെ, പാവം സ്ത്രീകളെ അവരുടെ വീടുകളിൽ നിന്ന് വലിച്ചിറക്കി ചില ആളുകൾ, ചില തൽപര കക്ഷികൾ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ സമരം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച് കൊണ്ടുവന്ന് വെയിലത്തും മഴയത്തും ഇരുത്തിയാണ്. അവർക്ക് കുട ചൂടിക്കൊടുക്കാനും അവർക്ക് താങ്കൾ പറയുന്ന ശരി ഞാൻ ഒരു സംശയം കൂടി, താങ്കൾ പറയുന്ന ഈ 568ന്റെ കണക്ക് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തതാണ്. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, 568 കോടി രൂപ ലഭിച്ചാലാണോ ഈ 1 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ പറ്റൂ സംസ്ഥാന സർക്കാരിന്? അങ്ങനെയല്ല, കടുത്ത സാമ്പത്തിക ഉപരോധത്തിലാണ് സംസ്ഥാനം എന്നുള്ള കാര്യത്തിൽ അതൊക്കെ ശരി. ഈ കേന്ദ്രത്തിന്റെ എത്ര രൂപ മേടിച്ചിട്ടാണ് PSC അംഗങ്ങൾക്ക് ശമ്പളം ഉയർത്തി കൊടുക്കുന്നത്? ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലേ, കേന്ദ്രത്തിന്റെ എത്ര വിഹിതമാണ് അതിൽ ഉള്ളത്? ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിമർശനം എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ്. ഇപ്പോൾ ആശമാരടക്കവും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന 2 കാര്യം. ഒന്ന്, PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. മറ്റു സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ ശമ്പളവുമായി അത് പരിശോധിക്കുക. ജില്ലാ ജഡ്ജിമാരുടെ റാങ്കിങ്ങിലുള്ളവരാണ് PSC അംഗങ്ങൾ. തർക്കമില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര അംഗങ്ങളുണ്ട് ശ്രീ ഭാസ്കർ? അങ്ങനല്ല, കേന്ദ്രത്തിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനല്ല, അതിലേക്ക് ഞാൻ വരാം. ഏറ്റവും സുതാര്യവും നിസ്തൂലവുമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്ന ഇതാണ് കേരളത്തിലെ PSC. സ്വാഭാവികമായി അതിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് അല്ല വസന്ത്, എന്റെ സമയല്ലേ അവിടെ മിണ്ടായിരിക്കും. വസന്ത് അവിടെ മിണ്ടായിരിക്കും. ഇതിപ്പോ എന്റെ സമയല്ലേ. വസന്തിലേക്ക് വരാം. ഹസ്കർ പറയട്ടെ. അല്ല, ഞാനൊന്ന് ഇടപെടുന്നത് വസന്ത് ഇവിടെ ശാലിനിക്കും വസന്തിനും മറുപടി നൽകേണ്ടത് ഹസ്കറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു കഴിയട്ടെ, നമുക്ക് വരാം. ഹസ്കർ അതിൽ വലിയൊരു നുണയുണ്ട്, അത് തിരുത്തി പോണം. അവർ പറയുന്നത് ജില്ലാ ജഡ്ജിമാരുടെ റാങ്കിൽ ഇരിക്കുന്നവർക്ക് സ്വാഭാവികമായും ആ റാങ്കിങ്ങിലുള്ള സാലറി കൊടുക്കണമെന്നാണ്. തെറ്റാണ്, വളരെ വലിയ തെറ്റാണ്. അതൊന്നും അങ്ങനെ നിയമപരമായി കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് എനിക്കും തോന്നുന്നില്ല. അതെന്തുമാകട്ടെ, ക്യാബിനറ്റിന് തീരുമാനിക്കാമെന്നാണ് വളരെ കൃത്യമായി നിയമം പറയുന്നത്. ആ ക്യാബിനറ്റ് ഡിസിഷൻ അടിയന്തരമായി, അത് ഈ അമ്മമാർ 8ാം ദിവസം സമരം ചെയ്യുമ്പോ നിങ്ങൾ എന്തിനെടുത്തു? PSC ബോർഡംഗങ്ങളുടെ ഇത് വെസ്റ്റ് ബംഗാളിൽ അതാണോ, ത്രിപുരയിൽ അതാണോ, ഡൽഹിയിൽ അതാണോ? ത്രിപുരയിലെ കണക്കെന്ന് പറഞ്ഞേ, ത്രിപുരയിൽ എത്ര രൂപ കൊടുക്കുന്നത് അറിയാമോ? എന്ത് സംഭവിച്ചെന്നില്ല സിനിമയെ ചോദിക്കുന്ന എനിക്ക് പറയാതെ പോളണ്ടിൽ എന്ത് സംഭവിച്ചു? ഹസ്കർ താങ്കൾ തുടരും. ഞാൻ വളരെ എത്താം. ശ്രീ വസന്ത്, ഞാൻ വളരെ പെട്ടെന്ന് എത്താം. ഹസ്കർ പറയും. ഒന്ന്, അപ്പോ ജില്ലാ ജഡ്ജിമാരുടെ റാങ്കിങ്ങിലുള്ള അല്ലെങ്കിൽ ആ നിലപാടിലുള്ള ആളുകൾക്ക് നിശ്ചയമായും ശമ്പളം നൽകേണ്ടത് ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ രീതിയിൽ അവരുടെ ശമ്പളം പരിഷ്കരിച്ചിട്ടുണ്ട്. 2, സംസ്ഥാനത്തെ ഗവൺമെന്റ് ലീഡർമാരുടെ ശമ്പള വർധനവിനെ സംബന്ധിച്ചാണ് മറ്റൊരു കാര്യം പറയുന്നത്. 70,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ശമ്പളം ഉണ്ടായിരുന്നവരാണ്. 15 കൊല്ലമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് ലീഡർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് 2016 1000 രൂപ ഉണ്ടായിരുന്നത് 7 ഇരട്ടി വർദ്ധിപ്പിച്ചു ആശമാരുടേത്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് ലീഡർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ അവിടെ ശ്രീ ഹസ്കർ, താങ്കൾ ഈ പറയുന്നതൊക്കെ കണക്കിന്റെ കളികളല്ലേ? അതിനപ്പുറത്ത് ഒരു സാമാന്യ ജനത്തിന്റെ ജീവിത സാഹചര്യത്തെ വെച്ചുകൊണ്ടല്ലേ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്? താങ്കൾ ഈ പറയുന്നത് പോലെ, അതായത് ഒരു വിഭാഗം ആളുകൾക്ക് വർഷങ്ങളായി 70,000 രൂപ കിട്ടുന്നുണ്ട് എങ്കിൽ അത് ഇന്നലകളിൽ വലിയ തുകയാണ്, ഇന്നത് ചെറിയ തുകയാണ്. അതുകൊണ്ട് 100 രൂപ കിട്ടുന്നവൻ ആ 100 രൂപ കൊണ്ട് ജീവിച്ചാൽ മതി, അവന് 1000 ആക്കി കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു യുക്തി എങ്ങനെയാണ് പൊരുത്തപ്പെടുക? നമ്മളൊരു സാമാന്യ സമൂഹത്തിന് ജീവിക്കാൻ വേണ്ട, ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട, ഇതൊന്നും വേണ്ടെന്നേ. കേരളത്തിലെ ഒരു സാധാരണക്കാരൻ 1 മണിക്കൂർ അധ്വാനിച്ചാൽ അവന് നൽകുന്ന കൂലിക്കൊരു ശരാശരിയായ ഇടമുണ്ടല്ലോ, ഒരു കണക്കുണ്ടല്ലോ, അതുമായെങ്കിലും ഒന്ന് പൊരുത്തപ്പെട്ടാൽ മതി. താങ്കൾ ഈ പറഞ്ഞവരൊക്കെ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ PSC അംഗങ്ങൾക്കൊക്കെ യോഗ്യത എന്ന് പറയുന്നത് എന്താ എന്ന് ഞാൻ പറയണോ? അല്ല, അഭിലാഷ്, ഇതിലിപ്പോ ഗവൺമെന്റ് ലീഡർമാരെ സംബന്ധിച്ചിടത്തോളം അതെ ഗവൺമെന്റ് ലീഡർമാർക്ക് ശരിയല്ല, അത് ഞാൻ അംഗീകരിച്ചു.
അവർ അധ്വാനിക്കുന്നുണ്ട്, അവർക്ക് കുറച്ച് തുക രാവിലെ 8 മണി മുതൽ രാത്രി 8:30 9 മണി വരെ 12-13 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ബെനിഫിറ്റാണ് ഹൈക്കോടതിയിലുള്ളത്. അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളമാണ്. മണിക്കൂർ മാത്രം അംഗങ്ങളുടെ അധ്വാനമോ? ഞാൻ അതിലേക്ക് വരാം, PSC അംഗങ്ങളുടെ കാര്യം കൂടെ വരാം. 2-3 മണിക്കൂർ മാത്രം അവരെക്കാളും ഒരുപക്ഷെ അത്രയും ശേഷിയോ കാര്യപ്രാപ്തിയോ ഇല്ലാത്ത മറ്റ് അഭിഭാഷകർക്ക് ഇതിനേക്കാൾ കൂടുതൽ ദിവസം വരുമാനം കിട്ടുന്ന സ്ഥലമാണ് കേരള ഹൈക്കോടതി. അപ്പോ സ്വാഭാവികമായും അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം 10 കൊല്ലത്തിനിടയിൽ നാളിതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ലെന്നേ. വസ്തുതയായിട്ട് കാണാം. അതിനെയും ആശമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചില്ല. അതൊക്കെ താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന്. ഈ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത PSC-കാരുടെ കാര്യമോ? അല്ല, അതിൽ 10ാം ക്ലാസ് പാസ്സാവാത്ത PSC അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അല്ല. എന്താ എന്റെ യോഗ്യത? താങ്കൾ പറയൂ. എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? എന്താണ് അവരുടെ അധ്വാനം? താങ്കൾ ഈ പറയുന്നത് പോലെ അതല്ല, 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങാൻ തക്ക എന്ത് വിദ്യാഭ്യാസ യോഗ്യത, എന്ത് അധ്വാനം? കേരളത്തിലെ PSC അംഗങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങ് പരിശോധിക്കും. അവർക്ക് ആർക്കെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയിൽ ഏതെങ്കിലും അപര്യാപ്തതയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ആളുകളല്ല. അവരുടെ അനുഭവം. ശരി ശരി, റൈറ്റ്. എന്തായാലും ഞാൻ നിങ്ങളും 6 വർഷത്തേക്ക് പലരെയും നിയമിച്ചിട്ടുണ്ട്, പലരുടെയും വിദ്യാഭ്യാസം. അല്ല, അതിലിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരുമാകട്ടെ. അവിടെ താങ്കൾ ഈ പറഞ്ഞെടുത്ത് 1-2 തവണ ശാലിനി കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. ശാലിനി പറയൂ.